നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തോട് സുവിശേഷ സത്യങ്ങൾ വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിവിടെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യ രക്ഷയും സമാധാനവും എന്ന പോലെ പ്രാപിച്ചെടുക്കേണ്ടതിനായി സുവിശേഷ കേൾവിക്കായി ഒരു കൂട്ടം ജനത്തെ കർത്താവ് ഒരുക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ തലവണിക്ക് എല്ലാവർക്കുമായി സ്തോത്രം തുടർന്ന് നടക്കുന്ന പാട്ടുകളിലൂടെ പ്രസംഗത്തിലൂടെയൊക്കെ അവിടുത്തെ നാമം ഉയർത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യസമാധാനവും നിത്യരക്ഷയും പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ഈ ദേശത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്തന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം പിന്നിൽ ദൂരെ ആദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം പിന്നിൽ ദൂരെ ആദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധി തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധി തികച്ചങ്ങ് പറന്നു പോകാം. സുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാ. കാലങ്ങളായി നേടും നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിൽ എന്നാൽ മൺകൂടൊഴിയുന്നതു ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം മാറടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്ന മൺകൂടൊഴിയുന്നതു ലാഭം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ദേഹം അസ്ഥിരമാകും, മനസ്സത് വ്യാകുലമാകും. കണ്ടവരെല്ലാം പിരിയും, തുണയായി നിന്നവർ മാറും. ഏകാന്തതയിൽ അന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഏകാന്തതയിൽ അന്നാൽ നാം നേടിയതെന്തെന്നറിയും. ക്രിസ്തുവിലാശ്രയമെന്നാൽ അതുമാത്രം ലാഭമാകും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം.
നോക്കാതൊരു നാൾ അത് നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ താൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ താൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെന്നു പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെന്നു പറന്നു പോകാം. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്തന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം പിന്നിൽ ദൂരെ ആദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം പിന്നിൽ ദൂരെ ആദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചെന്നു പറന്നു പോകാം. 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 പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഭവനങ്ങളുടെ വാതിക്കൽ റോഡ് സൈഡിൽ നിന്നൊക്കെ സുവിശേഷം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ കൽപ്പനയാണ്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസംഗം നടത്തിയത് കടൽപ്പുറത്തെ മലഞ്ചെരുവിലെ റോഡ് സൈഡിലൊക്കെയാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ പ്രസംഗം നടത്തിയത്. അപ്പോസ്തലന്മാർ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ചന്തസ്ഥലങ്ങളിലും പുഴവക്കത്തും ചന്തസ്ഥലങ്ങളിലുമൊക്കെയാണ് അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത്. കാരണം സുവിശേഷം എന്ന് പറയുന്നത് കേവലം ചുവരുകൾക്കകത്ത് മാത്രം പ്രസംഗിക്കുന്ന പ്രസംഗമല്ല. ലോകത്തിൽ ആൾക്കാരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം ഈ സുവിശേഷം കേൾക്കണം. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം കർത്താവായ യേശുക്രിസ്തു സകല ജാതികളോടും സുവിശേഷം അറിയിക്കണമെന്ന് പറയാനിടയായി തീർന്നത്? കാരണം മനുഷ്യൻ കേവലം ഇഹലോക ജീവി മാത്രമല്ല. മനുഷ്യൻ എത്രയൊക്കെ ആരോഗ്യവും സൗന്ദര്യവും എത്രയൊക്കെ ധനവും മനുഷ്യൻ എത്രയൊക്കെ പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിലും ഒരു നാൾ നാം എല്ലാവരും ഈ ലോകം വിട്ടു പോകേണ്ടുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ കടന്നു വരും. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ശവമടക്കില് ശവമഞ്ചത്തിന്റെ അകത്ത് ഡെഡ് ബോഡി വെച്ച് വിലാപയാത്രയായി പള്ളിയിലേക്ക് സെമിത്തേരിയിലേക്ക് എടുത്തിട്ട് പോകുമ്പോൾ ആ ശവമഞ്ചത്തിന്റെ രണ്ട് സൈഡിലും എഴുതിയിരിക്കും, ഇന്ന് ഞാൻ നാളെ നീ. എന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് പറയുന്നതായ ശലോമോൻ എന്ന് പറഞ്ഞ രാജാവ് സദൃശ്യവാക്യം അദ്ദേഹം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വിരുന്നു വീട്ടിൽ പോകുന്നതിനെക്കാട്ടിലും നല്ലത് വിലാപ ഭവനത്തിൽ പോകുന്നതാണ്. സകല മനുഷ്യരുടെയും അവസാനം അതല്ലോ. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. എന്നാൽ ഇന്ന് ജീവനോടെ ഇരിക്കുന്ന നമ്മൾ
നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ബുദ്ധിമാന്റെ ജീവിതയാത്ര മേളോട്ടാകുന്നു. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ ചിന്തിക്കുന്നത് നാളെ ഇവിടെ എങ്ങനെ ജീവിക്കും, നാളെ എങ്ങനെ ഞാൻ ഇവിടെ കഴിയും, എന്നാൽ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും, എന്റെ ആത്മാവിന്റെ അവസ്ഥ എവിടെ എങ്ങനെയായിരിക്കുമെന്ന് മനുഷ്യൻ ഇന്ന് ചിന്തിക്കുവാൻ നേരമില്ല. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ സൃഷ്ടിതാവായ ദൈവമായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച സമയം 30 വയസ്സ് പൂർത്തിയായ യേശു തന്റെ പരസ്യമായ ശുശ്രൂഷ തുടങ്ങുവാനിടയായി. അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തികളോടുകൂടി യേശു താൻ ആരാണു എന്ന്, എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് മനുഷ്യൻ വിശ്വസിക്കുവാൻ വേണ്ടി അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്തു. ആയിരക്കണക്കിന് വ്യക്തികൾ യേശു എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ഒത്തുകൂടുമായിരുന്നു. ഒരു നോട്ടീസ് വേണ്ട, ആരും ക്ഷണിക്കണ്ട, ആരും പോയി പറയണ്ട. യേശു ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞാൽ മതി, ആയിരക്കണക്കിന് വ്യക്തികൾ അവിടെ കൂടും. എന്തിനാ കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ അത്ഭുതം അവർക്ക് കാണണം. ചിലർ രോഗികളാണെങ്കിൽ രോഗത്തിന് സൗഖ്യം വേണം. കടഭാരമുള്ളവർ, വേദനയുള്ളവർ, അവിടെ കടങ്ങളൊക്കെ മാറ്റണം. കുഷ്ഠരോഗികൾ, ഒരു മനുഷ്യനും അടുപ്പിക്കാത്ത, തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത, സമൂഹം ഭ്രഷ്ടികൽപ്പിച്ചതായ വ്യക്തികൾ പോലും യേശുവിന്റെ അടുക്കൽ വരുമായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൗഖ്യം വേണം. എന്തിനേറെ പറയുന്നു, അവരെയെല്ലാം യേശു സൗഖ്യമാക്കി. അതിനേക്കാൾ ഉപരിയായി മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം ശവക്കല്ലറയ്ക്കകത്ത് ചീഞ്ഞളിഞ്ഞിരുന്ന ശവശരീരം പോലും യേശുവിന്റെ വാക്ക് ഉയർത്തെഴുന്നേറ്റ് ആരോഗ്യത്തോടെ വെളിയിൽ വന്നു. പക്ഷെ ഒരു കാര്യം ദുഃഖകരമെന്ന് പറയട്ടെ, യേശു മരിച്ചുയർത്തെഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യൻ പോലും ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നില്ല. യേശു അന്ന് സൗഖ്യമാക്കിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗികളുണ്ടായിരുന്നു. പക്ഷെ അവരാരും ഇന്ന് ഭൂമിയിൽ ജീവനോടില്ല. യേശു അനുഗ്രഹിച്ചു വിട്ടതായ അനേക ശിശുക്കളുണ്ടായിരുന്നു. യേശു നന്മകൾ കൊടുത്തതായ ആയിരക്കണക്കിന് വ്യക്തികളുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും ഇന്ന് ഭൂമിയിൽ ജീവനോടുണ്ടോ എന്ന് വെച്ചാൽ ആരുമില്ല. അപ്പൊ യേശു ഈ കൊടുത്തതെല്ലാം എന്തായിരുന്നു ചോദിച്ചാൽ വെറും താൽക്കാലിക അനുഗ്രഹം മാത്രമാണ്. ഈ അനുഗ്രഹത്തിന് വേണ്ടിയാണോ യേശുവിനെ പിൻപറ്റേണ്ടത്? അല്ല. തന്റെ അടുക്കൽ ഇങ്ങനെയുള്ള താൽക്കാലിക അനുഗ്രഹത്തിന് വേണ്ടി കടന്നു വന്ന ആയിരക്കണക്കിന് വ്യക്തികളോട് യേശു ഒരിക്കൽ ചോദിച്ചു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്താണ് പ്രയോജനം? പ്രിയമുള്ളവരെ, യേശു എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? രോഗം സൗഖ്യമാക്കാനോ അല്ലെങ്കിൽ കുറച്ച് മരിച്ചവരെ കുറച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച് കുറച്ച് ദിവസം കൊടുത്ത് സൗഖ്യം കൊടുക്കുവാനോ വേണ്ടിയല്ല യേശു ഈ ഭൂമിയിൽ കടന്നു വന്നതിന്റെ മുഖ്യമായ ലക്ഷ്യം. യേശു ഈ ഭൂമിയിൽ കടന്നു വന്നതിന്റെ മുഖ്യമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യർക്ക്, സകല മനുഷ്യർക്കും ശരീരം വിട്ടുകഴിഞ്ഞാൽ ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം അവന്റെ ആത്മാവും പ്രാണനും ദൈവം ഒരുക്കിയിരിക്കുന്ന പർദീസയിലേക്ക് പോകണമെന്നുള്ളതാണ് ദൈവമായ യേശു ഈ ഭൂമിയിൽ കടന്നു വന്നതിന്റെ ലക്ഷ്യം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നത്? ഞങ്ങൾ ചില ഭവനങ്ങളിലൊക്കെ ചെന്ന് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തികളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആത്മാവ് എവിടെ പോകുമെന്ന് ഉറപ്പുണ്ടോ? അപ്പൊ ചില ആൾക്കാർ പറയും അത് അത്ര അറിയത്തില്ല. എന്നാൽ ഇച്ചിരൂടൊക്കെ മിടുക്കുള്ള ആൾക്കാർ പറയും ഞങ്ങൾ സ്വർഗത്തിൽ പോകും. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും എന്നുള്ളതിന്റെ ഉറപ്പ് എന്താ? അതിനവര് പറയുന്ന ന്യായം, ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, വ്യഭിചരിക്കാൻ പോയിട്ടില്ല, വേറെ ഒരുത്തന്റെ അതിര് മാന്താനോ പിടിച്ചു പറിക്കാനോ ഞങ്ങൾ പോയിട്ടില്ല, വേറെ ഒരാൾക്കും ഒരു ദോഷവും ഉണ്ടാക്കാതെ ഞങ്ങൾ നല്ലവരായിട്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വർഗത്തിൽ പോകും. പ്രിയമുള്ളവരെ, നമ്മൾ നല്ലവരായി ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുമായിരുന്നു എങ്കിൽ യേശു മനുഷ്യനായി ഭൂമിയിൽ വരേണ്ടതായ, ക്രൂശിൽ മരിക്കേണ്ടതായ കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. വേദപുസ്തകം എന്ത് പറയുന്നു? സകല മനുഷ്യരുടെയും നീതിപ്രവർത്തികൾ ദൈവത്തിന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെ അത്രേ ഇരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, മനുഷ്യൻ എത്ര നീതിപ്രവർത്തികൾ ചെയ്താലും, മനുഷ്യൻ എത്ര പുണ്യപ്രവർത്തികൾ ചെയ്താലും,
മനുഷ്യൻ എത്രമാത്രം നല്ലവരായി ജീവിച്ചാലും ആ വ്യക്തിയുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട്, പുണ്യപ്രവൃത്തികൾ കൊണ്ട്, ആ വ്യക്തിയുടെ സൽക്കർമ്മകൾ കൊണ്ട് ഒരാൾക്ക് പോലും സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല എന്ന് ദൈവം അറിഞ്ഞ് കണ്ടതുകൊണ്ടാണ് യേശു ഈ ഭൂമിയിൽ കടന്നു വരുവാനിടയായി തീർന്നത്. എന്തുകൊണ്ടാണ് പോകാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40-ാമത്തെ സങ്കീർത്തനം വായിച്ചു നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യനും തന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വില ദൈവത്തിന് കൊടുക്കുവാൻ ലോകത്തിലെ ആർക്കും കഴിയുകയില്ല. തന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ, പ്രാണന്റെ വീണ്ടെടുപ്പ് വില ദൈവത്തിന് കൊടുക്കുവാൻ ലോകത്തിലെ ആർക്കും ഒരു നാളും കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ, പുണ്യപ്രവൃത്തികൾ, നീതിപ്രവൃത്തികൾ നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനോട് എതിരാണ് സംസാരിക്കുന്നത്. കാരണം വേദപുസ്തകം പറയുന്നു, മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ, സൽക്കർമ്മങ്ങൾ അവന്റെ ആത്മാവിന്റെ രക്ഷയെ കൊടുക്കുവാൻ കഴിയുന്നതല്ല. ഒരിക്കലും ഒരു മനുഷ്യനും തന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിൽ കൊടുക്കുവാനോ അവന്റെ ആത്മാവിന് മറുവില കൊടുക്കുവാനോ കഴിയത്തില്ല. കാരണം മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്, അതൊരു നാളും സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെക്കാട്ടിലും വിലയുണ്ട് ഒരു മനുഷ്യാത്മാവിന്റെ വിലയ്ക്ക്. അപ്പൊ ഞാൻ 10 പേർക്ക് കഞ്ഞി കൊടുത്തു കഴിഞ്ഞാൽ, 10 പേർക്ക് വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുമെങ്കിൽ എന്റെ ആത്മാവിന്റെ വില അത്രയുള്ളോ? അല്ല, ഒരു നാളും കഴിയുകയില്ല. ഒരു മനുഷ്യനും തന്റെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയോ വേറൊരാളെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തെന്നറിയാമോ? അതേ മനുഷ്യന്റെ സൃഷ്ടിതാവായ ദൈവം തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, അവന്റെ പാപത്തിന് മറുവില കൊടുത്ത്, അവനെ വീണ്ടെടുപ്പ് വില കൊടുത്ത് അവനെ വിടുവിക്കുവാൻ, അവന്റെ ആത്മാവിന് മോക്ഷം നൽകി അവനെ നിത്യമായ സ്വർഗരാജ്യത്തിൽ അവനെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് മുഴുവൻ മനുഷ്യന്റെയും പാപത്തെ ചുമന്നൊഴിക്കുവാൻ, ഭൂമിയിലെ സകല മനുഷ്യരുടെയും പാപത്തെ ചുമന്നൊഴിച്ച് പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ മനുഷ്യനെ സൃഷ്ടിതാവായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുവാനായിട്ടിടയായി തീർന്നു. ആ യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്ന വേളയിൽ അവിടെ ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രവാചക ഗണ്യനായ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നതായ വ്യക്തി മരുഭൂമിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് വ്യക്തികൾ യോഹന്നാന്റെ അടുക്കൽ വന്നു മാനസാന്തര സ്നാനമേറ്റു. ആ സമയത്താണ് യോഹന്നാൻ നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുന്നു. ദൂരെ നിന്നും ഏകദേശം 30 വയസ്സുള്ളതായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. അന്നും യോഹന്നാന്റെ അടുക്കൽ ആയിരക്കണക്കിന് വ്യക്തികൾ കടന്നു വന്ന് സ്നാനമേൽക്കുക. അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ദൂരെ നിന്ന് കടന്നു വരുമ്പോൾ ആരാണോ യോഹന്നാനെ അയച്ചത്, അതേ പരിശുദ്ധാത്മാവ് യോഹന്നാന്റെ ഉള്ളിൽ ശക്തമായി ഇടപെടാൻ തുടങ്ങി. ആ കടന്നു വരുന്ന വ്യക്തി കേവലം ഒരു യഹൂദനല്ല, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് കടന്നു വരുന്നത്. യോഹന്നാൻ അതിശക്തമായി തന്റെ അടുക്കൽ ഇരുന്ന ആയിരക്കണക്കിന് വ്യക്തികളോട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്റെയും നിങ്ങളുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി, പാപത്തിന് മറുവില കൊടുത്ത്, പാപത്തിന് നിത്യനീതി വരുത്തി, എന്റെയും നിങ്ങളുടെയും ആത്മാവിന് നിത്യരക്ഷ നൽകി നമ്മളെ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. അതുപോലെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകമായ ബൈബിൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് അതിശക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അതേ പ്രിയമുള്ളവര്, യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ അവൻ രക്ഷകനാണ്. രക്ഷകൻ എന്നാണ്. എന്തിന്റെ രക്ഷകനാണ്? ആത്മാവിന്റെ രക്ഷകൻ. അതേ പ്രിയമുള്ളവരെ, യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത് എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈ രക്ഷ എനിക്കെങ്ങനെയാണ് കിട്ടുന്നത്? ഈ രക്ഷ എനിക്കെങ്ങനെ കിട്ടും? യേശുവിനോട് ചോദിക്കാം, യേശുവേ, ഈ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തോ ചെയ്യണം? വിശുദ്ധ വേദപുസ്തകമായി ബൈബിൾ തുറന്നു നോക്കുക. വിശുദ്ധ വേദപുസ്തകമായി ബൈബിൾ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ്
യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നമുക്ക് മത്തായിയോട് ചോദിക്കാം, മത്തായിയെ യേശു എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞത് എന്ന് മത്തായിയോട് ചോദിച്ചു കഴിഞ്ഞാൽ മത്തായി പറയും, മോനെ ഞാൻ എഴുതിയ സുവിശേഷമുണ്ട്, അതിന്റെ 28-ാമത്തെ അധ്യായം നീ ഒന്ന് വായിച്ചു നോക്ക്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം, പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. എന്നിട്ട് എന്തെടുക്കണം? വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും അനുസരിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നത് ഏതെങ്കിലും സഭ ഞങ്ങളെ അയച്ചിട്ട് വന്നതല്ല, ഏതെങ്കിലും ഡിനോമിനേഷൻ നിങ്ങൾ ഇവിടെ പോയെന്ന് പറഞ്ഞ് ഞങ്ങളെ വന്നവരല്ല. പിന്നെയോ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അതേ പ്രിയമുള്ളവരെ, ആ യേശുവിന്റെ വാക്കനുസരിച്ചാണ് ഇന്ന് ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഞങ്ങൾ കുറച്ചുപേരും ഇവിടെ വന്നത്. വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. ഞങ്ങളൊക്കെ പലരും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാ, വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല സമൂഹത്തിൽ പല സ്ഥലങ്ങളിലായിരുന്ന വ്യക്തികളുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ കടന്നു വന്നതിന്റെ ലക്ഷ്യം വേറൊന്നുമല്ല, ആ ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട്, ആ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നത്. എന്തിനാ ഞങ്ങളെ ദൈവം ഈ ദേശത്തിലേക്ക് അയച്ചത്? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, അത്രത്തോളം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അതിന്റെ കാരണം എന്താ? യേശുവേ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്? അതിന്റെ കാരണം വേദപുസ്തകം പറയുന്നുണ്ട്, യഹോവയ്ക്ക് തന്റെ സകല സൃഷ്ടികളോടും കരുണ തോന്നുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മൾ ഒരാൾ പോലും നശിച്ചു പോകുവാൻ, നമ്മുടെ ആത്മാവും നരക തീപ്പൊയ്കയിൽ പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്നതായ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിക്കുന്നു. പെറ്റമ്മ നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി, നിങ്ങൾ ജനിപ്പിച്ച നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ കർത്താവായ യേശു ഇന്ന് സ്വർഗത്തിൽ ചലമൊരുക്കാൻ പോയേക്കുവാണ്, ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? തന്റെ വചനം അനുസരിച്ച് തന്നെ സ്വീകരിക്കുന്ന, തന്നെ അംഗീകരിക്കുന്ന വ്യക്തികളെ ആ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ യേശു ഭവനം പണിതുകൊണ്ടിരിക്കുക. അതേ പ്രിയമുള്ളവരെ, ഞങ്ങളെ ഇന്നിവിടെ യേശു അയച്ചതിന്റെ ലക്ഷ്യം ആ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടിയാ. നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് ആ ഭവനത്തിൽ ചെന്നെത്തുമോ? അതിന് ഉറപ്പുണ്ടോ? ബുദ്ധിയിലല്ലത് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ, പരിശുദ്ധ ആത്മാവ് എന്റെ ആത്മാവിനോട് സംസാരിക്കുമെന്ന് റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ പറയുക. ഒരുവന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് രക്ഷയിലേക്ക് നടത്തും. അർത്ഥാൽ ആ വ്യക്തിയെ പാപമോചനത്തിലേക്ക്, സ്നാനത്തിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കും. ആ വ്യക്തിയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ ആത്മാവ് സംസാരിക്കും, നീ എന്റെ മകനാണെന്ന്. ഈ ശബ്ദം കേൾക്കുവാൻ നമ്മൾ ഭാഗ്യം ലഭിച്ചവരാണെങ്കിൽ നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ആത്മാവ് സ്വർഗത്തിലായിരിക്കും. ഈ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഒരു ഉദാഹരണം തന്റെ ശ്രോതാക്കളോട് പറഞ്ഞു. അത് ഇപ്രകാരമാണ്, നമുക്ക് പലർക്കും അറിയാം ആ കഥയല്ല, സംഭവമാണ്. ഒരു സ്ഥലത്ത് ധനാഢ്യനായ, കോടീശ്വരനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യന്റെ പേര് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ആ മനുഷ്യൻ വളരെ നല്ല സ്വഭാവമുള്ള, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, നീതി പ്രവൃത്തികൾ ചെയ്യുന്നതായ വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. അതേ സ്ഥലത്ത് വേറൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ലാസർ. ഈ ലാസറിനെ നോക്കിയാൽ ഈ ലാസറിന്റെ തലയുടെ ഉച്ച മുതൽ പെരുങ്കാൽ വരെയും
വ്രണങ്ങൾ നിറഞ്ഞവനായി, ജലമൊഴിക്കുന്നവനായി, ദുർഗന്ധം വമിക്കുന്ന രോഗത്തിന് അടിമയായി പോയതായ ഒരു മനുഷ്യനായിരുന്നു ലാസർ എന്ന് പറയുന്നതായ വ്യക്തി. ഈ ലാസറിന്റെ ദുർഗന്ധം വമിക്കുന്ന രോഗം നിമിത്തം, ഈ ലാസറിന്റെ അസഹീനമായ രോഗം നിമിത്തം സ്വന്തം അപ്പനും അമ്മയും ലാസറിനെ വീട്ടിൽ നിന്ന് വെളിയിലാക്കി, തന്റെ ഭാര്യ വെളിയിലാക്കി. കൂടപ്പുറപ്പുകൾ ലാസറിനോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം ഇനി നിന്നെ വീട്ടിൽ വെക്കാൻ കഴിയത്തില്ല, നിന്റെ ശരീരം അസഹനീയമായ ദുർഗന്ധമുള്ള ഭീവത്സമായ രോഗത്താൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി, സമൂഹത്തിൽ നിന്ന് പുറത്താക്കി. നാടുമില്ല, വീടുമില്ല, കൂട്ടുകാരാരുമില്ല, കൂടപ്പിറപ്പുകളോ കൂട്ടിനില്ല. ഈ ലാസറിനെ ആരും സ്വീകരിക്കത്തില്ല. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലാസർ നമ്മുടെ വീടിന്റെ വാതിക്കെ വന്നാൽ നമ്മൾ സ്വീകരിക്കുമോ? 100% ഞാൻ പറയാം, നമ്മൾ ആരും സ്വീകരിക്കത്തില്ല. കാരണം ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞവനായി. ബൈബിൾ പറയുന്നുണ്ട്, അവന്റെ വ്രണങ്ങൾ പട്ടി വന്ന് നക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ വ്രണം നിറഞ്ഞവനായി ഭീവത്സമായ വാടകയെടുക്കുന്ന ഒരു ഭീവൽ രൂപമായ ഒരു വ്യക്തി എന്റെ നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ വാതിക്കെ കടന്നാൽ എത്ര മണിക്കൂർ നമ്മൾ അവിടെ കിടത്തും? നമ്മളാരും കിടത്തുകയില്ല. പക്ഷെ ആ ധനവാൻ അങ്ങനെ അല്ലായിരുന്നു. ആ ധനവാൻ വളരെ കരുണയും ദയയും വളരെ മനസാക്ഷിയുള്ളതായ ആ ധനവാൻ എന്തോർത്തറിയാമോ? ആ ലാസറിനെ തന്റെ വീടിന്റെ വാതിക്കൽ കിടത്തി. അത് മാത്രമല്ല, തന്റെ ഭക്ഷണത്തിന്റെ മേശയിൽ നിന്നും കഴിച്ച് ബാക്കി വരുന്ന ഭക്ഷണം ആ ലാസറിന് കൊണ്ട് കൊടുക്കുമായിരുന്നു. അത്രത്തോളം കരുണയും ദയയും സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ധനവാനായ മനുഷ്യൻ. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, ആ ധനവാൻ മരിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ ആ മനുഷ്യന്റെ ആത്മാവിനെ യാതനാ സ്ഥലത്തേക്കാ കൊണ്ടുപോയത്. നമുക്ക് സംശയം വരാം, ഇത്രയും കരുണയും ദയയും സ്നേഹമുള്ളതായ മനുഷ്യന്റെ ആത്മാവ് യാതനാ സ്ഥലത്ത് പോകുമോ? യാതനാ സ്ഥലം എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പേ കൊണ്ടിരുന്ന സ്ഥലമാണ് യാതനാ സ്ഥലം. അതിന് ശേഷമാണ് നരകത്തിലേക്ക് ഇടുന്നത്. ഇത്രയും കരുണയും ദയവും സ്നേഹമുള്ള ഈ ധനവാനെ യാതനാ സ്ഥലത്തേക്ക് പോയത് എന്താണ്? പ്രിയമുള്ളവരെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ അവന്റെ ആത്മാവിനെ രക്ഷിക്കുകയില്ല. ഒരു മനുഷ്യന്റെ നീതിപ്രവൃത്തികളല്ല അവന്റെ ആത്മാവിനെ രക്ഷിക്കുന്നത്, മറിച്ച് യേശുവിന്റെ ക്രൂശിൽ കൂടെയുള്ള രക്ഷയ്ക്കും മാത്രമേ ഏതൊരു മനുഷ്യനെയും രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ആ ധനവാൻ യേശുവിൽ കൂടെയുള്ള രക്ഷ വേണ്ട, അവന് സ്വന്തം രക്ഷ മതി. അവന്റെ സ്വന്തം പ്രവൃത്തികളാലുള്ള അവന്റെ സ്വന്തം നീതിപ്രവൃത്തികൾ അവനെ രക്ഷിക്കുമെന്ന് അവൻ കരുതി. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കുന്നവരാ, ഞാൻ നല്ലത് പ്രവർത്തിച്ചാൽ, ഞാൻ നല്ലത് ചെയ്താൽ, ഞാൻ നല്ലതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ, ആർക്കും ദോഷമില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്ന. അത് നല്ല കാര്യമാണ്. പക്ഷേ പാപം എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞ പാപങ്ങൾ ചെയ്യുന്നത് പാപമാണ്. അതുപോലെ തന്നെ പാപമാണ് ബൈബിളിൽ ദൈവം നീ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്നതും പാപം തന്നെയാണ്. നമ്മളിൽ പലരും പാപമെന്ന് വിചാരിക്കുന്നത്, ഞാൻ ആരും ദ്രോഹിക്കുന്നില്ല, ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടില്ല, അതിരുമാന്താനോ പിടിച്ചു പറിക്കാനോ വെടിവെക്കാനോ മോട്ടിക്കാനോ കൊലപാതകത്തിനും ഞാൻ പോയിട്ടില്ല. നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അനേക കാര്യങ്ങൾ ബൈബിളിലുണ്ട്. അതനുസരിക്കുന്നുണ്ടോ? അതും പാപമാണ്. ആ ധനവാൻ കർത്താവിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല, അവൻ മരിച്ചു. യേശു ഇല്ലാത്തവനായിട്ട് അവൻ മരിച്ചു. യേശുവിന്റെ രക്ഷ ഇല്ലാത്തവനായി അവൻ മരിച്ചു. അവന്റെ ആത്മാവ് നാശത്തിലേക്ക് പോയി. എന്നാൽ ആ ലാസർ മരിച്ചു. ദൈവത്തിന്റെ മാലാഖമാർ ഇറങ്ങി വന്ന് ലാസറിന്റെ ആത്മാവിനെ പർദീസിലേക്ക് എടുത്തോണ്ട് പോയി. അവന്റെ ശരീരം എവിടെയാ കുഴിച്ചിട്ടെന്ന് അറിയത്തില്ല. കാരണം മുനിസിപ്പാലിറ്റിക്കാര് വന്ന് ഒരു പട്ടിയെ കുഴിച്ചിടുന്ന പോലെ കൊണ്ട് കുഴിച്ചിട്ട് കാണും. കാരണം ആരും അടുക്കുന്നില്ല, ബന്ധുക്കാരോ നാട്ടുകാരോ കൂടപ്പിറപ്പുകളോ ആരുമില്ല. അവൻ മരിച്ചു. പക്ഷെ അവന്റെ ആത്മാവ് പോയത് പർദീസിലേക്കാണ്. എന്തുകൊണ്ടാണ് അവൻ പർദീസിലേക്ക് പോയത്? അവൻ ദരിദ്രനായത് കൊണ്ടാണോ? അല്ല. പിന്നെയോ വേദപുസ്തകം പറയുന്നു, കർത്താവ് യേശുവിൽ കൂടെയുള്ളതായ ക്രൂശിലെ രക്ഷ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കണമെങ്കിൽ യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കിക്കേ. ആ ക്രൂശിൽ ഒരു പെരുങ്കള്ളനെ കൂടെ കാണാം. ജീവിതം മുഴുവൻ ധാർമ്മികമായി അധപ്പതിച്ചതായ, അനേകർക്ക് ദോഷം ചെയ്തതായ, കൊലപാതകം ചെയ്തതായ, വയലൻസ് ഉണ്ടാക്കിയതായ, കണ്ടാൽ ആരും പേടിക്കുന്നു പോലതായ ഭീമനായ ഒരു മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യന്റെ അവസാന പിങ്കൽ അവൻ നോക്കുമ്പോൾ യേശുവും ക്രൂശിൽ കിടപ്പുണ്ട്. അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവേ, നീ രാജാവായി ഇനിയും വരുമെന്ന് എനിക്കറിയാം. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അർത്ഥാൽ യേശുവേ,
അങ്ങേ ഞാൻ എന്റെ രാജാവായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമുണ്ട് എന്നും ആ ദൈവരാജ്യത്തിലെ രാജാവാണ് യേശുവെന്നും എന്നെ ഒരു പ്രജയായി ആ രാജ്യത്തിലൊരു പ്രജയായി സ്വീകരിക്കണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച അവനോട് യേശു പറയുകയാണ്, ദുർമാർഗി, കള്ള എന്നല്ല വിളിച്ചത്, ഇന്നും നീ എന്നോടുകൂടി പർദീസയിലായിരിക്കുമെന്ന് സത്യമായും ഞാൻ നിന്നോട് പറയുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് എവിടെ പോകും? നിങ്ങളുടെ ആത്മാവ് ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെ ചെലവഴിക്കും? അതുകൊണ്ട് ഈ സത്യം വിളിച്ചു പറയുവാൻ അതിനുവേണ്ടിയാണ് ദൈവം ഞങ്ങളെ ദൂരദേശത്ത് നിന്ന് ഞങ്ങളെ ദൈവം ഇവിടെ അയച്ചത്. ഞങ്ങൾ പലരും പല ദൂരെ നിന്ന് കടന്നു വന്നവരാ. നാളെ ഒരു ചാൻസ് നമുക്ക് ഉണ്ടാകും, നമുക്കറിയില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ക്രൂശിലേക്ക്, യേശുവിൽ കൂടെയുള്ള രക്ഷയിലേക്ക് കടന്നു വന്ന് ഒരു ദൈവ പൈതലായി തീരുവാൻ, ദൈവത്തിന്റെ മകനാകുവാൻ, മകളായി തീരുവാൻ, ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ആത്മാവിന്റെ രക്ഷ പ്രാപിക്കുവാൻ ഇതാകുന്നു സുപ്രസാദ സമയം, ഇതാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ ഈ സന്ദേശത്തെ നിങ്ങൾ വൃഥാവാക്കരുതേ, ദൈവത്തിന്റെ വാക്കുകളെ നിങ്ങൾ തള്ളിക്കളയരുതേ. നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയാണ്. ഈ ഭൂമിയിലെ ജീവിതം 70-80 വർഷം കൊണ്ട് തീരും. പക്ഷേ നമ്മുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ നിത്യജീവൻ അതൊരിക്കലും തീരുകയില്ല. അത് 70-80 കോടിയോ 800 കോടിയോ വർഷം കൊണ്ട് തീരത്തില്ല. അത് നിത്യത മുഴുവനും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിത്യജീവിതം നഷ്ടമാക്കി കളയാതെ യേശുവിൽ കൂടെയുള്ള രക്ഷയെ അനുഭവമാക്കുവാൻ, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യജീവനെ അവകാശമാക്കുവാൻ യേശു നിങ്ങളെ മാടി വിളിക്കുകയാണ്. ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലയോ? കടന്നു വരിക, യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക. ഞാൻ യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ മകനായി തീരുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങളായിരിക്കുന്നിടത്തിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറാണോ? യേശുവിന്റെ വചനത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ, യേശുവിന്റെ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ നിത്യജീവിതം യേശുവോട് കൂടിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം ലോകത്തിൽ കടന്നു വന്നു, മനുഷ്യൻ മരണത്തിന് അധീനമായി. എന്നാൽ ബൈബിളിന്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം, ആ പുസ്തകം എഴുതി തീരുന്നതിന് മുമ്പ് പരിശുദ്ധയാത്മാവ് പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു എഴുതുക. എന്താ എഴുതേണ്ടത്? യോഹന്നാനോട് പറഞ്ഞു എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. യേശു നിങ്ങളെ മാടി വിളിക്കുക, യേശു നിങ്ങളെ മാടി വിളിക്കുക. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കാമോ? നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കാമോ? കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ സമയം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, ഞങ്ങളുടെ സമയത്തിന്റെ പരിമിതി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ, പഠിപ്പിക്കുവാൻ ഇവിടെ തൊട്ടടുത്തുള്ളതായ ന്യൂ ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ചിലെ പാസ്റ്റർ ഞങ്ങളുടെ കൂടെയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ആ ചർച്ചുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം പറയുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന നല്ല